ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ അട്ടമല പടവെട്ടിക്കുന്ന് നിവാസികളുടെ പ്രതിഷേധം ഫലം കണ്ടു. 25 കുടുംബങ്ങളെ ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മേപ്പാടി പഞ്ചായത്ത് അറിയിച്ചു. അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ സമരം ദുരന്തബാധിതർ അവസാനിപ്പിച്ചത്. ഉരുൾപൊട്ടൽ മേഖലയിലെ അട്ടമല പടവെട്ടിക്കുന്ന് പ്രദേശങ്ങൾ സർക്കാർ മാനദണ്ഡപ്രകാരം പട്ടികയിൽ ഉൾപ്പെടുന്നതല്ലായിരുന്നു. എന്നാൽ ഉരുൾപൊട്ടൽ പ്രദേശത്തെ സമീപസ്ഥലമായതിനാൽ 2 മേഖലകളും ഉൾപ്പെടുത്തണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് മേപ്പാടി പഞ്ചായത്തിൽ പ്രതിഷേധം നടന്നത്. പ്രദേശവാസികളെ ടൗൺഷിപ്പ് ഉപയോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രാഥമിക ലിസ്റ്റിൽ തന്നെ ഈ അട്ടമലക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് കൊടുക്കാം ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവർ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ സമരപരിപാടികൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്ക് അവിടെ ഉള്ളവർക്ക് ആർക്കും അവരുടെ പേരിൽ പഞ്ചായത്തിലോ വില്ലേജിലോ ഒരു സെന്റ് ഭൂമിയില്ലാത്ത ആളുകളാണ് ഇപ്പോൾ താമസിക്കുന്നത്. സർക്കാരിന്റെ ക്വാർട്ടേഴ്സിലാണ്. ഇനി എപ്പോഴാണ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പറയാൻ പറ്റില്ല. ഉത്തരവാദിത്തം പഞ്ചായത്തും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഒളിച്ചുകളിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. കരട് പട്ടികയ്ക്കൊപ്പം തന്നെ അട്ടമല പടവെട്ടിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വീടുകൾ പൂർണ്ണമായി തകർന്ന ആളുകളെ കൂടെ തന്നെ അട്ടമല പ്രദേശത്തുള്ള ആളുകളെയും അതുപോലെ തന്നെ പടവെട്ടിക്കുന്നിലുള്ള ആളുകളെയും അതുപോലെ തന്നെ പാടി ലൈനിൽ താമസിച്ചിരുന്ന ആളുകളെയും പൂർണ്ണമായിട്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ സമർപ്പിക്കുകയുള്ളൂ. 50 മീറ്റർ ദൂരപരിധിക്ക് പുറത്തുള്ള 2 പ്രദേശങ്ങളും വാസയോഗ്യമാണെന്ന് ജോൺ മത്തായുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. റിപ്പോർട്ടർ, വയനാട്.